ഹലോ ഗൈസ്, റോൺ ബ്ലോഗ്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലേയിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ലേയിലെത്തിയായിരുന്നു. സോനമാർഗ്, സോജില, നമിക്കല, ഫോർട്ടുല, കാർഗിൽ എല്ലാം കറങ്ങി നമ്മൾ ഇന്നലെ വൈകിട്ട് രാത്രിയൊക്കെ ആയപ്പോൾ ലേ എത്തിയായിരുന്നു. നല്ല തണുപ്പായിരുന്നിട്ട് ഇന്നലെ എത്തിയപ്പോൾ. ഇന്നിപ്പോൾ രാവിലെ കുറച്ച് ചൂടുണ്ട്, സൂര്യനുള്ളതുകൊണ്ട് മാത്രമാണ്. അതുപോലെ നമ്മൾ ഇന്ന് പെട്ടുപോയിട്ടാ ഗൈസ്. ഇന്ന് ലേയിൽ ഫുള്ള് സ്ട്രൈക്കാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒറ്റ ഷോപ്പില്ല എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, പോയി എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ റൂമിലെ ആളോടും ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വാ, നിങ്ങൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, പറഞ്ഞു വിടുമെന്ന് ആണ് പറഞ്ഞത്. അപ്പം ഞങ്ങളൊന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഒരു കടയും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്, നമുക്ക് ഒന്നും പോകാനും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വൈകിട്ടെടുത്ത് ഒന്ന് കറങ്ങിയിട്ട് വരാം. സീനാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് തന്നെ വരും. അപ്പം നമുക്കൊന്ന് ലേ സിറ്റി മെയിൻ മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ, അതിലെ കൂടെയൊക്കെ ഒന്ന് പാസ് ചെയ്തിട്ട് വരാം. അതേസമയം നമ്മൾ ലേ മെയിൻ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയിലാണ്. തിരക്കൊന്നും ഇല്ലാണ്ട്, റോഡിലാണെങ്കിലും ആരും ആൾക്കാരൊന്നും ഇല്ല. രാവിലെ ഇടാക്കുന്ന പറഞ്ഞാൽ ഉദ്ദേശിച്ചില്ല, അതുകൊണ്ട് ഷട്ടർ എല്ലാം ക്ലോസ്ഡ് ആണ്. ഒറ്റ കട പോലും തുറന്നിട്ടില്ല. നമുക്ക് അവിടെയൊക്കെ സിറ്റിയിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. മെയിൻ റോഡിലൂടെ കയറിയിട്ടും ഈ പറഞ്ഞ പോലെ ഒറ്റ കട തുറന്നിട്ടില്ല, അതുപോലെ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ലേ മെയിൻ മാർക്കറ്റിൻ്റെ സ്ഥലത്ത് കൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. ഒരു കട പോലും നമുക്ക് ചായ കുടിക്കാൻ പോലും ഒരു കട തുറന്നിട്ടില്ല. നിർത്ത് കഴിക്കാൻ. दुकान नहीं खोलेगा आज, पता नहीं तुझे किसके होटल में ठहरा है, वो उसने नहीं बताया. नहीं बताया. ഇന്നലെ നൈറ്റാണ് വന്നതെന്ന് പറ. अभी कहाँ ठहरा है? अभी खाना होटल को बोलो, जाओ होटल वाले को बता देना, वो दे देंगे ना. उसने रखा तो देगा, वो बंद है आज मूवमेंट नहीं करना. आज गलत थोड़ा ठीक नहीं रहेगा, गाड़ी नहीं मूवमेंट. 10 बजे के बाद चक्का जाम है, समझ गया. कहाँ ठहरा है? हम लोग करदंगा जाने के लिए सोच रहे हैं. अच्छा यार, सीधा घर में बैठो आज, ठीक है. आज रेस्ट करो, वैसे भी किलोमीटर करो. काले आया ना, आज घूमना नहीं होता है, 1-2 दिन रेस्ट करना होता है, फिर पूरा टूर खराब हो जाएगा तेरा. आज सो के बैठो कमरे में, ठीक है. आज किलोमीटाइज करो, इसी बने वो. अब घूमना भी नहीं, बाजार भी नहीं, आज शाम तक, रात तक. वो होटल वाले को बोलो आज खिलाएगा वो. चाहिए നാളെ തക്ക कल खुलेगा, कल घूमने जाओ. ഇന്ന് എത്ര മണി വരെ ഉണ്ടെന്ന് വെച്ചാൽ फ्रेंड को भी बोलो घूमना नहीं आज. പെർമിറ്റ് എവിടെ നിന്ന് എടുക്കണേന്ന് വെച്ചാൽ परमिट चाहिए ना. കർദംഗല പാസ് में परमिट के लिए इनर लाइन परमिट होगा. ऑनलाइन करो, होटल जाओ, ऑनलाइन करो, ऐसा है. ഓ, നമ്മ ആകെ പെട്ടിരിക്കണ കേട്ടാ. ലേല് ഫുള്ള് സ്ട്രൈക്കാണ്. റൂമിൻ്റെ പുറത്തോട്ട് ഇന്ന് ഇറങ്ങരുതെന്നാണ് പറഞ്ഞേക്കണത്. ഫുഡ് ഹോട്ടലുകാരോട് വാങ്ങി കഴിക്കാനാണ് പറഞ്ഞേക്കണത്. എല്ലാ കടയും പൂട്ടിക്കിടക്കുവാണേ, ആകെ പെട്ടിരിക്കുവാണ്. ആകെ പെട്ടിരിക്കണ കേട്ടാ, ഒരു കട പോലും തുറന്നിട്ടില്ല. ഇന്ന് ഫുള്ള് സ്ട്രൈക്കാണെന്ന് പറഞ്ഞത്. നമ്മ നേരെ തിരിച്ച് റൂമിൻ്റെ അങ്ങോട്ട് പോണേണ്. എല്ലായിടത്തും വൺവേയും കാര്യങ്ങളൊക്കെയാണ്. നെറ്റില്ലാത്തതുകൊണ്ട് അതും പണിയാണ്. സത്യം പറഞ്ഞാലേ ആരുമില്ലാതെ നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. എല്ലാ കടയും പൂട്ടിരിക്കണം. അവിടെ ഇവിടെ കുറേ പോലീസുകാർ നിൽപ്പുണ്ട്. 10 മണി വരെയും കുഴപ്പമില്ലെന്ന് പറയണ്ട, അതിന് മുമ്പ് റൂമിൽ കയറിക്കോന്നൊക്കെയാണ് പോലീസുകാരൻ പറഞ്ഞത്. എന്താ അവസ്ഥയെന്ന് നമുക്ക് പോയി നോക്കാം. നല്ല തണുപ്പുണ്ടട്ടാ. ഇവിടെ മെഡിക്കൽ ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത പോലെ തന്നെ സ്ട്രൈക്ക്.
ഓ ആ വ്യൂ നോക്കി ലേ സിറ്റിയിൽ നിന്നുള്ള അടിപൊളി. ബസ് സ്റ്റാൻഡാണെന്ന് തോന്നണ്ട, പ്രൈവറ്റ് അല്ല, ഇങ്ങനത്തെ ബസ്സുകൾ കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മാപ്പിലൊരു ഉദ്ദേശം വെച്ചാണ്ട് നമ്മൾ റൂം കണ്ടുപിടിക്കാൻ പോണത്. ശരിയാണെന്നാവോ, നെറ്റില്ലാത്ത ഭയങ്കര പ്രശ്നമായി പോയി. അപ്പോൾ നമ്മൾ കറങ്ങിത്തിരി നമ്മുടെ ഹോട്ടലിൽ തന്നെ എത്തിയേട്ടാ. ഹോട്ടൽ ചൗക്ല എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ ഇന്നലെ രാത്രി വന്ന റൂം എടുത്തത്. വലിയ സീനും കാര്യങ്ങളൊന്നും, 1000 രൂപക്ക് റൂം കിട്ടി. ഇതിലേതാണ് നമ്മുടെ റൂം? 1 2 3 അതാണ് തോന്നണ്ട കേട്ടോ. ആ മൂന്നാമത്തെയാണ് നമ്മുടെ റൂം. 1000 രൂപക്ക് റൂം കിട്ടി. വലിയ കുഴപ്പമൊന്നുമില്ല, ഹീറ്ററും കാര്യങ്ങളൊന്നുമില്ല, ചൂടുവെള്ളമൊന്നും മുന്നുണ്ടായില്ല. രാവിലെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, പക്ഷേ നോക്കിയിട്ട് കിട്ടിയില്ല. വൈഫൈ ഉണ്ട്, അതിനൊരു കാര്യം, നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് വൈഫൈയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. അപ്പോൾ എല്ലാ കടയും പൂട്ടിക്കിടക്കണേ കേട്ടാ. അപ്പം ഇന്ന് നമ്മൾ മുഞ്ചിയത് തന്നെ. അത് നമ്മങ്ങനെ റൂമിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കണായിരുന്നു, റൂമിൽ കിടക്കണായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ ജനാലെ കൂടി ഇറങ്ങി നോക്കിയതാണ്ടാ. വെറുതെ എല്ലാ പോലീസുകാരും 10 മണിക്ക് മുമ്പായിട്ട് റൂമിൽ കയറിക്കോളണമെന്ന് പറഞ്ഞത്. അവരുടെ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ സ്ട്രൈക്ക് അവർ നടന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒച്ചപ്പാടും വേളവും കേട്ടാ. ഇതെന്തിനാ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ റിലീജിയസ് ലീഡറായ ഡലൈലാമയ്ക്കെതിരെ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ തെറ്റായ ആരോപണം നടത്തി. അപ്പോൾ അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമത്തിലാണ് അവർ ഇന്നത്തെ സ്ട്രൈക്ക് ഇവിടെ നടത്തുന്നത് കേട്ടോ. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഉണ്ട്, 24 hours കേട്ടോ. നമ്മൾ രാവിലെ കണ്ടത്, നമ്മൾ പുറത്ത് പോയപ്പോൾ കണ്ടായിരുന്നു, ഒരു കട പോലും തുറന്നിട്ടില്ല. നമുക്കൊന്ന് വൈകിട്ടും ഒന്ന് പുറത്തിറങ്ങി നോക്കാം. എന്തായാലും ഈ സ്ട്രൈക്ക് കുറേ നേരമായിട്ടാ. ഒരു 10 15 20 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവട്ടെ ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ട്. ലഡാക്കിലെ എല്ലാ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും പിള്ളേരും സ്കൂളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആകെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സ്ട്രൈക്ക് ഇവിടുത്തെ. ഇന്ന് പുറത്തോട്ട് ഇറങ്ങാതിരിക്കണതാണ് ഏറ്റവും ബുദ്ധി. നമ്മൾ രാവിലെ പുറത്തിറങ്ങിയപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞായിരുന്നു 10 മണിക്ക് മുമ്പ് തിരിച്ച് റൂമിൽ കയറിക്കോ എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ അപ്പം തന്നെ ഫുഡും കാര്യങ്ങളും കിട്ടാതെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അപ്പം തന്നെ റൂമിലോട്ട് വന്നിട്ടാ. എന്താ മറ്റു നാട്ടിൽ വന്നിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ പ്രൊട്ടസ്റ്റും ഇവിടുത്തെ സ്ട്രൈക്കും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേണ്. ഒരു 10,000 പേരെങ്കിലും ഇതിനിപ്പോൾ നടന്നു പോയിട്ടുണ്ടാവും. പിള്ളേർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടിയാണ് പോണത്. ജോസെന്തേ കണ്ടുകൊണ്ടിരിക്കണ. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പം ഈ കാഴ്ചകളൊന്നും കണ്ടു പോവാ. ഗൈസ് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അതേ ലാസ്റ്റ് പോലീസുകാരൊക്കെ പോകുന്നുണ്ട്, ആൾക്കാരൊക്കെ കുറഞ്ഞ് പിള്ളേർ മാത്രമേ ഉള്ളൂ. ഓ, ഒരു 10,000 പേരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളു. എത്ര നേരമായി സത്യം പറഞ്ഞാൽ? അരമണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് ഇതിൽ കൂടി നിൽക്കാതെ ആൾക്കാർ പോണത്. ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടി ഉച്ചക്ക് ഫുഡ് റെഡിയാക്കി തന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഹോട്ടലായിരിക്കും. ഡാൽ മക്കനിയും അതിനകത്ത് ഇപ്പോൾ ചെറുപയർ പയറും ദണ്ടൊക്കെ വേറെയും മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോറുണ്ട്. സമാധാനമായ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് ഒരു കട പോലും തുറന്നിട്ടില്ല കേട്ടോ.
ഇപ്പോൾ ഇതേ 2:30 അപ്പോഴാണ് നമുക്കിപ്പോൾ ഫുഡ് കിട്ടിയാണ്. ആകെ ഇന്നൊരു പെട്ട ദിവസം കേട്ടോ. നമ്മുടെ ഒരു ദിവസം പോവുകയും ചെയ്ത്. കുഴപ്പമില്ല, ലഡാക്കിൽ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നാണ് പറയണത്. കാരണം ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി. കാരണം കർഡുങ്ങിലെ 18,000 അടി ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ആ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ബോഡി അതിനെപ്പറ്റി റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ലേയിൽ സ്റ്റേ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എപ്പോഴും ആൾക്കാർ പറയണത്. അത് നമുക്ക് വഴിയാതെ ആകേണ്ടി വന്നു. നമ്മൾ ഇന്ന് സ്റ്റേയും കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. സ്ട്രൈക്ക് ആയതുകൊണ്ട് നമ്മൾ ഇന്നിങ്ങനെ ഇവിടെ പെട്ടുപോയി. അതുപോലെ ഫുഡും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ്. ഇനി ബാക്കിയുള്ള വിശേഷം പറയാം. പിന്നെ അങ്ങനെ കഴിക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഫുള്ള് റൂമിൽ തന്നെ ആയിരുന്നു. 2-3 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട് ഒരേന്നായിട്ട് വരോട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ രാവിലെ തൊട്ട് ഉച്ചവരെ വൈകിട്ട് വരെ റൂമിലായിരുന്നല്ലോ. അപ്പോൾ അതെ രാവിലെ സ്ട്രൈക്കിന് വേണ്ടി ആൾക്കാർ നടന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഒറ്റ മനുഷ്യനില്ല, കടകളൊന്നും തുറന്നിട്ടില്ല. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തുറക്കുമെന്ന് പറയണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലേയുടെ മെയിൻ മാർക്കറ്റിലോട്ടൊക്കെ ഒന്ന് പോവാം. പിന്നെ അതെ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ആകെ ചെളിയായി സോജില പാസ് കയറിയതോടെ. പിന്നെ നമുക്ക് നാളെ കർദുങ്കല പാസും കയറണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അതുപോലെ അതെ ഒരു ലൂബ് വാങ്ങിയായിരുന്നു, ലൂബ് ചെയ്യണം. ആകെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ ചെയ്യാനിരിക്കുന്നത്. ഒരു 1350 കിലോമീറ്ററോളം നമ്മളിപ്പോൾ നമ്മുടെ പുലിക്കുട്ടൻ ഹിമാലയനായിട്ട് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ. 1350 കിലോമീറ്ററോളം. അപ്പോൾ നമുക്കൊന്ന് ലൂബ് ചെയ്യാം. ഞങ്ങൾ നടന്ന് ഒരു ജംഗ്ഷൻ വരെ എത്തിയായിരുന്നു. ഒറ്റ കട തുറന്നിട്ടില്ല കേട്ടാ. വണ്ടികൾ കുറച്ച് ബൈക്കും കാറൊക്കെ പോകുന്നുണ്ട്. ആയിക്കൂടി ഇവിടെ തുറന്നേക്കണ കണ്ടത് പെട്രോൾ പമ്പാണ് കേട്ടോ. അതെ നമ്മൾ റൂമിങ്ങാട്ടാണ്. അതുപോലെ ഈ ജംഗ്ഷനിൽ നിന്നുള്ള വ്യൂ നോക്കി, ചുറ്റിനും മഞ്ഞുമല അടിപൊളി. അവിടെ കുറേ പട്ടാളക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ടാണ്. നിറച്ചും നമ്മൾ രാവിലെ പോയപ്പോഴും കണ്ടായിരുന്നു പട്ടാളക്കാരെ. ഓൾഡ് റോഡില്ലേ, അതാണ് ഈ റോഡിൻ്റെ പേര്. നമ്മൾ അങ്ങോട്ടാണ് പോണത്. മെയിൻ മാർക്കറ്റ് നമ്മൾ രാവിലെ പോയപ്പോഴും ക്ലോസ്ഡ് ആയിരുന്നു. ഫുള്ള് 6 മണിയാകുമ്പോൾ തുറക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലേ നമുക്കൊന്ന് 6 മണിയാകുമ്പോൾ ഒന്ന് പോയി നോക്കാം. ഉച്ചക്ക് ഹോട്ടലുകാർ ഫുഡ് തന്നുകൊണ്ട് വിശപ്പടങ്ങി. രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടാ. ആയിക്കൂടി ഇന്നലെ ഒരു 2 കുപ്പി വെള്ളവും വാങ്ങി. അതുകൊണ്ട് വെള്ളമെങ്കിലും ഉണ്ടായി. 2:30 ആയിട്ടാ ഫുഡ് കഴിച്ചപ്പോൾ ഇന്ന്. ഇനിയിപ്പോൾ വൈകുന്നേരം കട തുറക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കട തുറക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാം. അങ്ങനെ നമുക്കിനി വൈകുന്നേരം പുറത്തോട്ടിറങ്ങുമ്പോൾ കാണാം. പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു 6:30 കഴിഞ്ഞ്. ഇതൊക്കെ റെൻറ്റിൻ്റെ ബൈക്കാണ് കേട്ടോ. നന്നായിട്ടും കടയൊന്നും തുറന്നിട്ടില്ല. വെറുതെ ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരം ഇപ്പോൾ തണുപ്പ് കൂടി. അതുപോലെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം കാരണം സംസാരിക്കാനും ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടില്ലാതില്ല. ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ഫോർഡ് എൻഡേവർ പോണ്. പോലീസുകാരൊക്കെ രാവിലെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. രാവിലെ പോലീസും മിലിറ്ററിക്കാരൊക്കെ ഇവിടെ നിന്നേച്ചതാണ്. അവരൊക്കെ മാറിപ്പോയി. നമുക്ക് മെയിൻ മാർക്കറ്റിൻ്റെ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. അവിടെ എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ. ഇവിടെ നിറച്ച് പോലീസുകാർ നിൽപ്പുണ്ട്. പക്ഷേ ഷോപ്പൊന്നും തുറന്നിട്ടില്ല. ഒരു ഷോപ്പ് പോലും തുറന്നിട്ടില്ല കേട്ടോ. വൻ ബാഡാണല്ലോ. മിലിറ്ററിക്കാരൻ കേട്ടോ. നമ്മളെ സിറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണേണ്. അതായത് ഈ ലേ മാർക്കറ്റിൻ്റെ ഒരു സൈഡാണെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെ കടകളൊക്കെ ഓപ്പൺ ആണെങ്കിലെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വൈകിട്ട് ഇറങ്ങിയിട്ട് ലേ സിറ്റി മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ആ ലേ മാർക്കറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നിട്ടാ. അപ്പോൾ അത് ഇവിടെ കുറച്ച് തിരക്കുണ്ട്. കാരണം വേറെ ഒന്നുമില്ല. അതെ ഐ ലവ് ലേ എന്നും പറഞ്ഞ് ഉള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കാണ്. ഇത് ഓപ്പൺ ആയതെന്ന് വെച്ചാൽ നല്ല രസമുണ്ടായി അതിനെ കാണാനായിട്ടൊക്കെ. നമ്മ ലേ മാർക്കറ്റ് മിസ് ചെയ്യും ശരിക്കും. അതിന് അത്യാവശ്യം കുറേ കടകളുണ്ട് കേട്ടോ 2 സൈഡായിട്ടും. നമ്മത്
നമുക്കറിയാനും പാടില്ലായിരുന്നു സ്ട്രൈക്കാണെന്ന്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ലേ വിടും, തിരിച്ച് ലേ കയറുമോ എന്നുള്ളത് സംശയമാണ്. അതായത് നമുക്ക് അടഞ്ഞിടങ്ങണ കടകളൊന്ന് കണ്ടിട്ടും പോവാം. അപ്പുറം ഇപ്പുറം ഫുള്ള് ഷോപ്പാണ് കേട്ടോ. ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സെറ്റപ്പ് സ്ഥലമായിരുന്നേ. അല്ലാതെ 2 സൈഡും അങ്ങോട്ടും ആയിട്ട് കുറേ ടിബറ്റിയൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ലേല സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. ലേ പാലസ്, ലേ മൊണാസ്ട്രി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു ലേയിൽ. എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങി അപ്പോൾ തന്നെ റൂമിലോട്ട് കയറി. അതുപോലെ വൈകുന്നേരം ഇപ്പോൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങി, ഒരു കട പോലും തുറന്നിട്ടില്ല കേട്ടോ. അത് കാരണം ഫുഡൊന്നും കഴിച്ചില്ല. ഇനി ഇവരോട് ചോദിക്കണം, കിട്ടിയ ഭാഗ്യം ഉച്ചക്ക് അവർ തന്ന് വൈകുന്നേരം രാത്രിയും സെറ്റാക്കാമെന്ന് പറഞ്ഞ്. എന്നാലും നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് കർണൂങ്ങിലേക്ക് പോകണം. അത് കിട്ടില്ലാനായിരിക്കോട്ടെ. ഇന്നത്തെ ക്ഷീണം നമുക്ക് നാളെ മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാർഡൂണിലേക്ക് വിട്ടു കൊടുക്കാം.